ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന 9ാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് 14-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ഒരു വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് യേശുദമ്പുരാൻ അവർക്ക് നൽകുന്ന ഒരു ഉപമയാണ് ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയോൻ. യേശുദമ്പുരാൻ അവരെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. തന്നെത്താൻ ഉയർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നവനെല്ലാം താഴ്ത്തപ്പെടും. അതേപോലെ തന്നെ തന്നെത്താൻ താഴ്ത്തുവാനായിട്ട് നീ പരിശ്രമിച്ചാൽ നിനക്ക് ഉയർച്ച പ്രാപിക്കുവാനായിട്ടും സാധിക്കും. എല്ലാവരും മുഖ്യസ്ഥാനത്തേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു. മനുഷ്യർ നോക്കുന്നത് സ്ഥാനമാണ്, ദൈവം നോക്കുന്നതാകട്ടെ നമ്മുടെ ഹൃദയമാണ്. ലോകം ചോദിക്കുന്നത് ആരാണ് വലിയവൻ, ആരാണ് മുന്നിൽ, ആരാണ് ഏറ്റവും കൂടുതലായിട്ട് ബഹുമാനിക്കപ്പെടുന്നത്. എന്നാൽ ദൈവം ചോദിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ താഴ്മ എത്രത്തോളം ഉണ്ട്. ദൈവസന്നിധിയിൽ വലിയവനാകുവാൻ മനുഷ്യരുടെ മുമ്പാകെ വലിയവനാകേണ്ട ആവശ്യമൊന്നുമില്ല. യേശു പറഞ്ഞത് ഒടുക്കത്തെ സ്ഥാനത്ത് ഇരിക്കുവാനാണ്. ഇത് ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് വരരുത് എന്ന അർത്ഥത്തിലല്ല. നീ മറ്റുള്ളവരെക്കാളും വലിയവനാണ് എന്ന് പ്രഖ്യാപിക്കരുത് എന്നും മറ്റുള്ളവരുടെ സ്ഥാനം കവർന്നെടുക്കരുത് എന്നും നിന്റെ കഴിവുകളൊക്കെയും എനിക്ക് നല്ലവണ്ണം അറിയാമെന്നും ക്രിസ്തു ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം നാം തിരിച്ചറിയേണ്ടത് താഴ്മ ദൗർബല്യമല്ല, താഴ്മയുള്ളവൻ ദുർബലനുമല്ല. താഴ്മയുള്ളവന് മാത്രം പറയുവാനായിട്ട് കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് എല്ലാം അറിയില്ല, എനിക്ക് തെറ്റുപറ്റി, എനിക്ക് സഹായം ആവശ്യമാണ്, എന്നേക്കാൾ കഴിവുള്ളവരൊക്കെയും ഇവിടെയുണ്ട്. പ്രിയമുള്ളവരെ, താഴ്മയുള്ളവൻ ശക്തിയുള്ളവനാണ്. മനുഷ്യനാണ് ഉയർത്തുന്നതെങ്കിൽ മനുഷ്യരാൽ തന്നെ താഴെ ഇറക്കപ്പെടും. എന്നാൽ ദൈവമാണ് നമ്മളെ ഉയർത്തുന്നത് എങ്കിൽ ആർക്കും നമ്മെ താഴ്ത്തുവാനായിട്ട് സാധിക്കുകയില്ല. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിനുള്ള കൃപയുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.